പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ്. രസാവഹമായി യാത്ര മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് പ്രതികൂലമായ കാലാവസ്ഥയിൽപ്പെട്ട് വിമാനത്തിൻ്റെ ഗതിവിഗതികൾ മാറിപ്പോവുകയാണ്. പൈലറ്റിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിമാനത്തിന്റെ ഗതി മാറിപ്പോകുന്നു. അപ്രതീക്ഷിതമായി പ്രതികൂല കാലാവസ്ഥയിൽപ്പെട്ട് വിമാനം അപകടത്തിലേക്ക് വഴിമാറുകയാണെന്ന് തിരിച്ചറിഞ്ഞ വിമാനത്തിന്റെ പൈലറ്റ് അപായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ വിമാനത്തിന്റെ അകത്തുണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി. പരസ്പരം മുഖത്തോട് മുഖം നോക്കി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. തങ്ങൾ ഇരിക്കുന്ന സീറ്റുകളിൽ നിന്ന് പലരും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും നടക്കാനും തുടങ്ങി. വളരെ വലിയ ആകുലതകളും ഉത്കണ്ഠകളും അവരെ അലട്ടാൻ തുടങ്ങി. വീണ്ടും പൈലറ്റിന്റെ മുന്നറിയിപ്പുണ്ടായി. വിമാനം കൂടുതൽ തീവ്രമായ അപകടസ്ഥിതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. സുരക്ഷാ മാർഗങ്ങൾ എല്ലാവരും സ്വീകരിക്കണം. വിമാനം പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലല്ല. ആയിരക്കണക്കിനടി ഉയരത്തിലൂടെയാണ് വിമാനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉയർന്നും താഴ്ന്നും അതിഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുമ്പോൾ വിമാനത്തിന്റെ മുൻസീറ്റിൽ ഒരു പിഞ്ചുബാലൻ മാത്രം ഇതൊന്നും ഗൗനിക്കാതെ അവന്റെ കയ്യിലിരിക്കുന്ന ഉപകരണത്തിൽ ഗെയിംസ് കളിക്കുകയാണ്. തൊട്ടടുത്തിരുന്ന ആൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ വിമാനം അപകടത്തിൽപ്പെടാൻ പോവുകയാണ്. നമ്മളെല്ലാം അസ്വസ്ഥരായിരിക്കുക. പക്ഷെ നീ മാത്രം എന്താണ് ഇതൊന്നും ഗൗനിക്കാതിരിക്കുന്നത് മകനെ? നീ ഇതൊന്നും അറിയുന്നില്ലേ? നമ്മളെല്ലാം നാശത്തിലേക്ക് നിബന്ധിക്കാൻ പോവുകയാണ്. ആ പിഞ്ചു കുഞ്ഞ് ഇതൊന്നും ഗൗനിക്കാതെ അവന്റെ കയ്യിലിരിക്കുന്ന ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വളരെ മുൻകരുതൽ എടുക്കേണ്ട സമയമാണ്. മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. വിമാനം കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താ നിനക്ക് മാത്രം പേടി തോന്നാത്തത്? നീ മാത്രം ആകുലപ്പെടാത്തത് എന്താണ്? പുറകിലേക്ക് നോക്കൂ. യാത്രക്കാരെല്ലാവരും ഭയചകിതരായിരിക്കുകയാണ്, അസ്വസ്ഥരായിരിക്കുകയാണ്. ഉടനെ ആ പിഞ്ചുബാലൻ അയാളോട് പറഞ്ഞു, നോക്കൂ, ഈ വിമാനത്തിൽ സംഭവിക്കുന്ന ഗതിവിഗതികളൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. കാരണം ഈ വിമാനം നിയന്ത്രിക്കുന്നത് എൻ്റെ പപ്പയാണ്. ഈ വിമാനത്തിന്റെ പൈലറ്റ് എൻ്റെ ഡാഡിയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സുരക്ഷിതമായി ഈ വിമാനത്തെ നിയന്ത്രിക്കാൻ എൻ്റെ പപ്പയ്ക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സന്ദർഭത്തിനനുസരണമായി കാര്യങ്ങളെ വിവേകപൂർവം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എൻ്റെ പപ്പയ്ക്കുണ്ട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി നേരിട്ടാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. സ്നേഹമുള്ളവരെ, ആ ബാലന്റെ മനസാന്നിധ്യവും മനോവീര്യവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ടല്ലേ? സ്വന്തം ഡാഡിയുടെ കഴിവിലുള്ള ആത്മവിശ്വാസം, ഉറച്ച ബോധ്യമാണ്
അവനെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. എത്ര വലിയ ദുരന്തത്തിലും എത്ര വലിയ പ്രതിസന്ധിയിലും കരുതാൻ, ശക്തി പകരാൻ, രക്ഷിക്കാൻ പപ്പയ്ക്ക് കഴിയുമെന്നുള്ള അടിയുറച്ച വിശ്വാസം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനേകം ദുരിതങ്ങളും ദുരന്തങ്ങളും കടന്നു വരാം. ഇതിന് സമാനമായ പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ എൻ്റെ പപ്പയിൽ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ഡാഡിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം ഈശ്വര വിശ്വാസികളായിരിക്കണം. എൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ലെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. The earth has no sorrow that heaven cannot heal എന്ന് പണ്ട് മഹാനായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു ദുഃഖവും ഈ ഭൂമുഖത്തില്ല. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്, ദൈവിക ബന്ധത്തിലാണ് ഒരു മനുഷ്യൻ തിരിച്ചറിയുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയമായ സമ്പന്നതയിൽ ഏത് പ്രതിസന്ധികളിലും സുരക്ഷിതമായി നമ്മെ വഴി നടത്താൻ സാധിക്കുന്ന പരമകാരുണ്യവാനും സർവശക്തനുമായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ ശോഭനമായി തീരും. നമ്മുടെ ചുറ്റുപാടുകൾ എത്രയോ അനുകൂലമായി നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ദൈവവിശ്വാസികളായി ദൈവത്തെ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്ന നല്ല മനുഷ്യരായി തീരാൻ, പ്രതിസന്ധികളുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നേരിട്ട് അനുഭവിച്ച് നമ്മെ തന്നെ ശക്തീകരിക്കാൻ ഈ ചിന്ത പര്യാപ്തമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും, സത്യനാമ കീർത്തനം ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും, സത്യനാമ കീർത്തനം മൃത്യുവെ ജയിച്ചൊരു നാമമതാൽ, സത്യനാമ കീർത്തനം സദാ ക്രിസ്തുനാമ കീർത്തനം സദാ.